പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഈ പുണ്യവേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ. എൻ്റെ പേര് ഗൽഗ ജോസഫ്. ഞാൻ കോതമംഗലം സെൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഇതെൻ്റെ മമ്മി ഷീജ ജോസഫ്. ഇത് എൻ്റെ മകൻ ഇസഹാക്ക്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 12 2022 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കുടുംബത്തിൽ സമാധാനം വരികയും വിശ്വാസത്തിലേക്ക് കൂടുതൽ വളരാനും എനിക്ക് സാധിച്ചു. എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റായ സമയത്ത് 7ാം മാസം നോർമൽ ഒരു റൊട്ടീൻ ചെക്കപ്പിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്. എനിക്കപ്പോൾ ആ സമയത്ത് ഒരു 7 months ആയിരുന്നു. പക്ഷേ എനിക്കൊരു 4 months ഒരു വയറ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ അപ്പോൾ എനിക്കൊരു പ്രോട്ടീൻ പൗഡർ തരികയും അത് കഴിച്ച് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ 7 months ചെക്കപ്പിന് ചെന്നപ്പോൾ എന്ത് പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം കുഞ്ഞിനൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പൗഡറൊക്കെ കഴിച്ച് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നീ സ്കാൻ ചെയ്യണം, നീ സ്കാൻ ചെയ്യാൻ ഡോക്ടറോട് പറയുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നമ്മളെന്തായാലും ഇങ്ങനെ വെയിറ്റ് ഇല്ലയെന്ന് തോന്നണ കൊണ്ട് നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് നിർബന്ധിച്ച് ഞാൻ സ്കാൻ ചെയ്യിച്ചു. സ്കാൻ ചെയ്ത സമയത്താണ് ഡോക്ടർ പറയുന്നത്, എടോ ഇത് എമർജൻസി ആയിട്ട് നമുക്ക് ഫർദറായിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യണം, തനിക്ക് കുഞ്ഞിനെടുക്കാനും ഫ്ലൂയിഡ് ഇല്ല, തൻ്റെ ഫ്ലൂയിഡ് എല്ലാം ലീക്കായി പോയി എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം എനിക്കങ്ങനെ എൻ്റെ ഫ്ലൂയിഡ് പോയതായിട്ടോ എനിക്കങ്ങനെ ഒന്നുമില്ല. ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് തിരിച്ച് വന്ന് ഡോക്ടറെ കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഡോക്ടർ ഫർദറായിട്ട് ഒന്നുകൂടി സ്കാനിങ്ങിന് പറഞ്ഞു. അവിടെ സ്കാനിങ്ങിന് ചെന്നിരുന്നപ്പോഴും ഡോക്ടർ എന്നോട് ചോദിച്ചു, എടോ തൻ്റെ വാട്ടർ ഫുള്ള് ലീക്കായി പോയല്ലോ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഡോക്ടറെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആകെ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഓടി ഞാൻ സ്കാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടോ ഇത് എമർജൻസി ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യണം, കുഞ്ഞിന് കിടക്കാനുള്ള ഫ്ലൂയിഡ് ഇല്ല, തനിക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണം, പിന്നെ തനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ട്, ഞാൻ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. താൻ പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് 1.2 ആണ് ഇപ്പോഴത്തെ വെയിറ്റ്, പേടിക്കേണ്ട, ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ NICUലേക്ക് കിടത്തും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ എമർജൻസി ആയിട്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നതും നേരെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് അവർ കയറ്റിയത്. എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരിയെടുത്തു. അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ചു. അപ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ അമ്മയും എല്ലാവരും, ഹസ്ബൻഡ് അമ്മയൊക്കെയായാലും, നീ പേടിക്കണ്ട, പക്ഷേ എനിക്കെപ്പോഴും ഒരു ധൈര്യമുണ്ട്, ഞാൻ ഉടമ്പടിയിലാണ് നിൽക്കുന്നതെന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ച് ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, ഒരു പ്രിമച്ചറായ ബേബീനെ ഞാൻ എന്താ മാതാവ് ചെയ്യണ്ടേ, 1.2 ആണ് എൻ്റെ ബേബിയുടെ ബർത്ത് വെയിറ്റ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആകെ ടെൻഷനായി. എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡും മമ്മി എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലേബർ റൂമിൽ കയറ്റി, ഓപ്പറേഷന് വേണ്ടി കയറ്റി എന്നെ അവർ പറഞ്ഞു, നമുക്കൊന്നുകൂടി നോക്കിയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ഞങ്ങൾ പിറ്റേ ദിവസം 11 മണിക്കാണ് ഞങ്ങളോട് സ്കാനിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു, നീ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് മേടിച്ച് നീ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നെ തലേ ദിവസം ലേബർ 7 മണിയായപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാണ്. അപ്പോൾ 11 മണിയായിട്ടും എന്നെ അവരൊന്നും നോക്കുന്നില്ല, സ്കാനിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നിർബന്ധിച്ചപ്പോഴാണ് അവരെൻ്റെ അടുത്ത് സ്കാനിങ് അന്ന് 11 മണിയാകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ആ സ്കാനിങ് റൂമിൻ്റെ തൊട്ട് മുന്നേ കയറുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ, നീ ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറണം, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്ന ശക്തമായിട്ട് ആരോ പറയുന്ന പോലെ. അപ്പോൾ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെ സ്കാനിങ്ങിന് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി എൻ്റെ ഹസ്ബൻഡിനോട് പറയണം, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം, നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യേണ്ട, ഇത്രയും നേരമായിട്ട് ഇവർ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു പ്രശ്നമായിട്ട് ഫ്ലൂയിഡ് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് എന്നെ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളും അവിടെ നിന്ന് റെഫറൻസ് മേടിച്ച് ആലുവയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ ചെന്നു. അപ്പം ഞാൻ ശക്തിയായിട്ട്, എൻ്റെ മമ്മിയും ഞാനും ശക്തിയായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്, എൻ്റെ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് മാതാവ് തന്നേക്കണ ഒരു അവസരമാണിതെന്ന് ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഡോക്ടർ വരികയും ആ ഡോക്ടർ പറഞ്ഞു, തനിക്ക് ഇപ്പോൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരാവശ്യമില്ല, ഇത് തൻ്റെ വാട്ടർ ലീക്കായതല്ല, ഇത്
തൻ്റെ പ്ലാസൻ്റെ പോസ്റ്റീരിയർ ആയതുകൊണ്ട് താൻ കഴിക്കുന്ന ഫുഡോ വെള്ളമോ ഒന്നും തൻ്റെ കുഞ്ഞിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പം തൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് വയറ്റിനുള്ളിൽ തന്നെ കിടക്കാനുള്ള വെള്ളവും ഫ്ലൂയിഡും തൻ്റെ കുഞ്ഞിനുണ്ട്. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കിത് എങ്ങനെയെങ്കിലും ഒരു 36 വീക്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നാൽ ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി തന്നെയാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ച് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ജപമാലയാണെങ്കിലും ഞാൻ ഇടപെടാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും എനിക്ക് വീക്ക്ലി ചെക്കപ്പ് പറയുകയും ചെയ്തു. അപ്പോൾ ആ സ്കാനിങ്ങിനൊക്കെ ഞാൻ ഡോക്ടറോട് ചെല്ലുമ്പോഴും എൻ്റെ വെയിറ്റ് 1.2 തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, താൻ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുമെന്ന് ഓർത്തിട്ട് താൻ ഇനി ഫുഡൊന്നും ഒത്തിരി ഓവറായിട്ടൊന്നും കഴിക്കേണ്ട, കാരണം കുഞ്ഞിലേക്ക് ഇനി ഒന്നും ചെല്ലാൻ പോകുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ മാസം തികഞ്ഞ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ തവണ ഞാൻ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ വെയിറ്റ് കൂടിയോ. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നോട്, എനിക്ക് വീക്കിലി സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു, താൻ എന്നും എന്നോട് ഇങ്ങനെ ചോദിക്കണ്ട, തൻ്റെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇനി കൂടാൻ പോകുന്നില്ല, ഇനി മാക്സിമം പോയ 1.4. ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ച ഡോക്ടർ പറഞ്ഞേക്കുന്നത്, മാതാവേ ഇതെൻ്റെ ഹസ്ബൻഡിനെ വലിയൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ കാണിച്ചു തന്നെ ഒരു അടയാളമായിട്ട് ഞാൻ കാണുകയാണ് മാതാവേ എന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എനിക്ക് എന്തായാലും 2 കിലോ അടുത്തുണ്ടാവും, എനിക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോടെ പ്രാർത്ഥിച്ചേക്കണേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ 1.4 എന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് നോക്കാം, ഡോക്ടർ പറഞ്ഞേക്കണം അല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാ വീക്കിലും സ്കാനിങ്ങിനൊക്കെ പോയി 36 വീക്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ഡെലിവറി ടൈമിൽ എൻ്റെ കുഞ്ഞ് 1.9, അതായത് 2 കിലോ അടുത്ത് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ തന്നെ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു, എടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇത്രയും വെയിറ്റ് കൂടി കിട്ടിയത് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാനല്ല ചെയ്തത്, ഇത് ദൈവമാണ് ചെയ്തതെന്ന് ആ ഡോക്ടർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തി. അതെനിക്ക് വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന് അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറല്ലേ പറയണേ, ദൈവം അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹസ്ബൻഡുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ ഒരു വലിയ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാതാവ് തന്ന അനുഗ്രഹത്തിലൂടെ സാധിച്ചു. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാനൊരു ബാങ്കറാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാഷിൽ ഒരു ദിവസം 50,000 രൂപയുടെ എക്സസ് വന്നു. ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു, ഒരു 9 മണി വരെ രാത്രി ഇരുന്നു, ഇത് എവിടെ നിന്നാണ് എക്സസ് വന്നേ. ഞങ്ങൾ സംശയമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ചു നോക്കി, എങ്ങും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഇതിൽ തന്നെ ഒരു ബാഡ് മാർക്ക് ആവണ ഒരു കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവേ നീ എന്നോട് ക്ഷമിക്കണം, എനിക്കിത് ആരുടെ പൈസയാണെന്ന് എനിക്ക് ഇത് കാണിച്ചു തന്നെ മാതാവേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും ബൈബിൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ ആ ബൈബിളിൽ വചനം എടുത്തപ്പോഴും എനിക്ക് വളരെ ശക്തമായ വചനങ്ങളാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു അന്ന് വന്നൊരു കസ്റ്റമറിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയും ഞാൻ ആ കസ്റ്റമറെ വിളിക്കുകയും ചെയ്തു. ആ കസ്റ്റമറെ വിളിച്ചപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞു, മോളിപ്പോൾ എന്നെ വിളിക്കണത് എൻ്റെ 50,000 രൂപ ക്യാഷ് കൂടുതലുണ്ടായിട്ടല്ലേ മോളെ, ഞാനിതെങ്ങനെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നതെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം അത് പറയാൻ കാരണം ഞാൻ അന്ന് ആ ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുമായിരുന്നു. അപ്പോൾ ആ എക്സസ് വന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ട്രാൻസ്ഫർ അന്ന് അവിടെ മുടങ്ങുമായിരുന്നു. അങ്ങനെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് എനിക്ക് തെളിയിച്ചു തന്നു. ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞെന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയതും ഇപ്പം ഞാൻ എന്നും അരമണിക്കൂറല്ല 1 മണിക്കൂർ, ഞാൻ അരമണിക്കൂർ വരെ ബൈബിൾ വായിക്കാൻ മടിച്ചിരുന്നു. ഞാൻ ഇന്ന് 1 മണിക്കൂർ ബൈബിൾ വായിക്കും. 1000 മണി ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലി. ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും വേണ്ടി സമയം കണ്ടെത്താൻ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എന്നീ സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ സാധിച്ചതിന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും.
ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. ഗാൽഗ ജോസഫ് എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭധാരണ സമയത്ത് അപചാരിതമുണ്ടായ പ്രതിസന്ധി എത്ര സുന്ദരമായി അമ്മ മാതാവ് സുരക്ഷിതമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്തുകൊണ്ട് കുടുംബത്തെ സഹായിച്ചു എന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞു തുടങ്ങുന്നത്, ഒരു റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഫ്ലൂയിഡൊക്കെ നഷ്ടപ്പെട്ട് കുഞ്ഞ് വല്ലാത്ത ഗുരുതരമായൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ ഭാരം കുറഞ്ഞ് 1.2 ഏകദേശമുള്ള രീതിയിൽ കുഞ്ഞ് നിൽക്കുകയാണ്. എമർജൻസി ആയി സിസേറിയൻ ചെയ്ത കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന്. അതാണ് ആ സിറ്റുവേഷൻ മകൾ പങ്കുവയ്ക്കുന്നത്. അവിടെ നിന്ന് അടുത്തൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യുന്നു. അവിടെ ചെന്ന് മകൾ വളരെ തീവ്രമായിട്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മണിക്കൂറുകളൊക്കെയും മുന്നോട്ട് പോകുന്നത്. കുറേ കഴിയുമ്പോൾ മകളുടെ തന്നെ ഉള്ളിൽ പറയുന്നു, ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്ന്. അതാണ് വീട്ടുകാരോട് പറയുന്നത്, മറ്റൊരു ആശുപത്രിയിലേക്ക് നമുക്ക് പോകണം, ഇവിടുന്ന് കത്ത് വാങ്ങണമെന്ന്. അങ്ങനെ രണ്ടാമത്തെ ആശുപത്രിയിൽ നിന്ന് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് മകൾ ചെന്നെത്തിച്ചേരുന്നു. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അറിയുന്നത് അത് ഫ്ലൂയിഡ് വറ്റിപ്പോയതല്ല, മറ്റു ചില കാര്യങ്ങളാണ്. നമുക്കതിപ്പോൾ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് 36 ആഴ്ച എത്തും വരെയും നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നോക്കണം. വെയിറ്റ് കുറവായിരിക്കുമെങ്കിലും കുഞ്ഞിനെ പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് പുറത്തെടുക്കുവാൻ നോക്കാമെന്ന്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മരണകരമായ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് അമ്മ മാതാവിൽ ആശ്രയിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ജീവിതത്തിൻ്റെ വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഉണ്ടാകണമെന്ന് നിരന്തരം പറയുകയും ചെയ്യുന്ന മക്കൾക്ക് അമ്മയുടെ ഇടപെടലും സാന്നിധ്യവും വഴിതെളിക്കലും കിട്ടുന്നത് എങ്ങനെയെന്ന് മകൾ സൂചിപ്പിക്കുകയാണ്. അവിടെ അത് ഓരോ ആഴ്ച അവൾ സ്കാനിങ്ങിന് പോകുമ്പോഴും ആകെയുള്ള അവളുടെ ആദി കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിയോ എന്നത് മാത്രമാണ്. അത് ഓരോ തവണ ചോദിക്കുമ്പോഴും ഡോക്ടർമാർ അവസാനം പറയുന്നു 1/400 വരെ മാക്സിമം പ്രതീക്ഷിക്കാം. 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ NICUയിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എപ്പോഴും വെയിറ്റിൻ്റെ കാര്യം ചോദിക്കേണ്ടതില്ല. അവിടെയും ശരിക്കും മകളുടെ വിശ്വാസവും അമ്മ മാതാവിലുള്ള ശരണവുമാണ് അവൾ ഏറ്റുപറയുന്നത്. ഒന്ന്, അവൾക്കുണ്ടായിരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. ആരോഗ്യമുള്ള കുറവൊന്നുമില്ലാത്ത കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. അതോടൊപ്പം തന്നെ അല്പം കൂടി ഭാരം കൂടിയ 2 കിലോയെങ്കിലുമുള്ള ഒരു കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. ഇതാണ് അവൾ നിരന്തരം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ അമ്മ മാതാവിനോട് കൊടുത്തുകൊണ്ടിരുന്ന സന്ദേശം. മാതാവ് അവളെ എത്രത്തോളം സഹായിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട്. മറ്റൊന്നുകൂടി മകളുടെ ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ അവൾ മാതാവിന് നിയോഗം കൊടുക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, എൻ്റെ ജീവിത പങ്കാളിക്ക് അമ്മ മാതാവിലുള്ള വിശ്വാസം, കൃപാസന മാതാവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് ഈ കുഞ്ഞിൻ്റെ ജനനം കാരണമാക്കി മാറ്റണമേ എന്ന്. അങ്ങനെയാണ് അവൾ സൂചിപ്പിക്കുക. എല്ലാവരും 1/400 ഇല്ല എന്ന് പറയുന്നൊരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി 36 ആഴ്ചകൾക്ക് ശേഷം 1/900 ഭാരത്തോടു കൂടി അത് പിറവി കൊള്ളുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അമ്മ മാതാവ് ക്ലേശകാലങ്ങളിൽ നമുക്ക് അഭയദുർഗമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. കണ്ണീരൊപ്പിയെടുത്തുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നു. അപകടകരമായ നിമിഷങ്ങളിൽ കൂടെ വന്നുകൊണ്ട് വഴിതെളിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വിശുദ്ധിയോട് കൊടുക്കുന്ന പ്രാർത്ഥനകളെ അമ്മ മാതാവ് നമുക്ക് അനുഗ്രഹത്തിനുള്ള ആശീർവാദമാക്കി മാറ്റിത്തരികയും ചെയ്യുന്നു. അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, കണ്ണീരുപ്പുള്ള നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.